ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരിയ ഈശോ നിന്റെ ജീവിതത്തെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 51-ാം തിരുവചനം. അവൻ വഞ്ചിയിൽ കയറി, അപ്പോൾ കാറ്റ് ശമിച്ചു, അവർ ആശ്ചര്യഭരിതരായി. ഈശോയുടെ ശിഷ്യന്മാര് വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ പ്രതിസന്ധി ഉണ്ടാകാണ്. കാറ്റും കോളും അടിച്ചു, വഞ്ചി മുങ്ങുന്നൊരവസ്ഥ എത്തി. അവർ നിലവിളിക്കുമ്പോൾ ഈശോ ഈ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വരികയാണ്. വന്ന ഈശോ ഈ വഞ്ചിയിലേക്ക് കയറി. ഈശോ കയറിയ നിമിഷം പറയുകയാണ്, കാറ്റ് ശമിച്ചു, എല്ലാം ശാന്തമായി. വലിയൊരു പ്രതിസന്ധി അവർക്കുണ്ടായിരുന്നു. ആ പ്രതിസന്ധിയുടെ നടുവിലേക്ക് കർത്താവ് കയറി. പ്രതിസന്ധി നടുവിൽ കയറിയപ്പോൾ ശാന്തമായി. ഒന്ന് ചേർത്ത് വെച്ചോട്ടെ, നിന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയുടെ നടുവിൽ ഈ കർത്താവ് കയറിയാൽ തീരാവുന്ന പ്രതിസന്ധിയെ നിനക്കുള്ളൂ. എന്തുമാകട്ടെ, പ്രതിസന്ധികളുടെ നടുവിൽ ഈ കർത്താവിനെ ജീവിതത്തിലേക്ക്, കുടുംബത്തിലേക്ക് ഒന്ന് ക്ഷണിച്ചു വരുത്താവോ, എല്ലാം ശാന്തമാകും. നിനക്ക് ചിന്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ എല്ലാം ശാന്തമാകും. ഇതനുഭവിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, നീ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ശാന്തമാകും, എല്ലാം ഓക്കെ ആകുന്നുള്ള ബോധ്യം ഈ വ്യക്തിക്ക് നീ നൽകണമേ. ഇന്നത്തെ ദിവസത്തിന് വേണ്ടതായ കൃപകള്, നന്മകള്, സംരക്ഷണം പ്രത്യേകമായിട്ട് നൽകി അനുഗ്രഹിക്കണം. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം വാഴ്ത്തി